ഇപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് ഇത്രയും മണിക്കൂറുകളായി വീണ വിജയന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാം, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാം. എനിക്ക് അവിടെ ഇല്ല, ഇത് തെറ്റായ വാർത്തയാണ്, എന്തുകൊണ്ട് ഇപ്പോഴും മൗനം ഭജിക്കുന്നു? വൈ? ആരോട് ഉന്നയിച്ചാണല്ലോ തെളിയിക്കേണ്ടത്? എന്റെ അനിലെ ഈ രീതിയിലുള്ള ചോദ്യമാണ് എന്നോട് അല്ല സന്ദീപ്, ഞാനിപ്പോ വരാം. ഒരു സെക്കൻഡ്, ഒറ്റ ചോദ്യം. അല്ല, ഞാൻ ഈ വിഷയത്തിൽ ഞാൻ റജിയോട് യോജിക്കുകയാണോ? അത് റജിയെ ഭാഗ്യമായിട്ട് യോജിക്കുകയാണ്. കാരണം റജി പറഞ്ഞൊരു കാര്യം, ഇന്ന് ഷോൺ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് 10 വർഷക്കാലം മുമ്പ് പിരിഞ്ഞ ഒരു ദമ്പതികളെ കുറിച്ച് ഉന്നയിച്ച ആക്ഷേപമാണെന്നും അത് അവരുടെ വീണയ്ക്ക് അങ്ങേയറ്റം വ്യക്തിഹത്യ ഉണ്ടാക്കുന്നതാണെന്നും അവരുടെ ഇമേജിനെ ബാധിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അഴിമതിക്കാരനാണെന്ന് കേരള പൊതുസമൂഹത്തിന് ധാരണ കൊടുക്കുന്നതാണെന്നുള്ള റജിയുടെ വാചകങ്ങളോട് ഞാൻ യോജിക്കുകയാണ്. പൂർണ്ണമായിട്ട് ശരിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ വീണ വിജയനോ വന്ന് ഒരു വാക്ക് പറഞ്ഞുകൂടാ? ഷോൺ ജോർജ് പറഞ്ഞത് തെറ്റാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, അത് പൂർണ്ണമായും തെറ്റാണ്, ഷോൺ ജോർജിനെതിരെ ഞങ്ങൾ മാനനഷ്ട കേസ് കൊടുക്കും എന്ന് എന്തേ പറയാൻ ധൈര്യപ്പെടാത്തത്? എന്തുകൊണ്ട് പറയാ? ഒന്ന് രണ്ടാമത്തെ കാര്യം പറയട്ടെ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം SNC ലാവലിന്റെ കാര്യം പറഞ്ഞു. SNC ലാവലിൻ നേരത്തെ വൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ടിരുന്നപ്പോഴത്തെ അഴിമതിയുടെ കാര്യമല്ല ഷോണ് പറഞ്ഞത്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കോടി രൂപ കൊള്ളപ്പലിശയ്ക്ക് SNC ലാവലിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള CDPQ മസാല ബോണ്ട് വിറ്റ് 9.4% നിങ്ങൾ പണം കടമെടുത്ത സമയത്ത് ഉണ്ടായ അഴിമതി സംബന്ധിച്ച് ആ അഴിമതിയുടെ പങ്ക് വീണ വിജയന് കൈപ്പറ്റിയെന്ന സംശയമോ അല്ലെങ്കിൽ ബലമായിട്ടുള്ള തെളിവുകളോ ആണെന്ന് ഷോൺ ജോർജ് പുറത്തു പറഞ്ഞ കാര്യം. മൂന്നാമത്തെ കാര്യം, ഷോൺ ജോർജ് എന്തുകൊണ്ട് ബാങ്ക് രേഖകൾ പുറത്തുവിട്ടില്ല എന്ന് ചോദിക്കുന്നു. എനിക്ക് വലിയ അത്ഭുതമാണ്. റജിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയുന്നയാളാണ്, അറിഞ്ഞുകൊണ്ട് അറിയില്ലായ്മ നടിക്കുകയാണ്. എനിക്ക് ശരിക്കറിയാം. കാരണം ബാങ്ക് രേഖകൾ ഒരാളുടെ സ്വകാര്യ രേഖകളാണ്. അതൊരാൾക്ക് ഒരു പത്രസമ്മേളനത്തിൽ പുറത്തുവിടാൻ സാധിക്കില്ല. അത് അന്വേഷണ ഏജൻസികളാണ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത്. വിവരങ്ങൾ കിട്ടിയാൽ അതിൽ അന്വേഷണ ഏജൻസി കൈമാറാൻ പുറത്ത് പറയാമെന്നല്ലാതെ ആ രേഖകൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വകാര്യതയെ ലംഘിക്കുന്നതായതുകൊണ്ട് ഷോൺ ജോർജിനെതിരായിട്ടുള്ള കേസ് വരുമെന്ന് ഒരു അഭിഭാഷകനായിട്ടുള്ള ഷോൺ ജോർജിനെ മറ്റാരെങ്കിലും പഠിപ്പിക്കണോ? അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇവിടെ എന്റെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ പ്രശ്നം അവസാനിപ്പിക്കാമായിരുന്നല്ലോ. CPM-ന് എന്തെങ്കിലും പിണറായി വിജയൻ പറയേണ്ട അല്ലെങ്കിൽ വീണ വിജയൻ പറയേണ്ട, ആ ജയിക്കിനെങ്കിലും വിട്ടിട്ട്, ജെയ്ക്ക് തോമസിനെങ്കിലും വിട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നൊന്നൊരു അരവാക്കൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എന്തേ CPM-ന് കഴിയാതെ പോകുന്നു? മുഖ്യമന്ത്രിക്ക് നേരെയല്ല ആക്ഷേപമുള്ളത്.